ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ ഈ വർഷത്തെ ശിവരാത്രി ഉത്സവത്തിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിതാ റെഡിയായി അമ്പലത്തിൽ പോകാൻ വന്നേക്കുവാണ്. പോകുന്നതിന് മുമ്പ് എൻ്റെ വീട്ടിൽ അമ്പലത്തിൽ ഒന്ന് തൊഴുതിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞപ്പോൾ നല്ല ലൈറ്റ് ഉള്ളതുകൊണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇങ്ങനെയാണ് ഇട്ടേക്കുന്നത് കേട്ടോ. ഇത്രയും തൊണ്ടയ്ക്ക് വയ്യ. അതെ, ശിവരാത്രി അതിന് ഫ്ലാഷ് ഫോട്ടോ എടുത്തിട്ട് പോവാ. സുന്ദരിയായിട്ടുണ്ട്. മുടി മുല്ലപ്പൂ കാണിച്ചേ. ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് എൻ്റെ കൂടെ ഞാൻ അബിക്കുട്ടീനെയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അവൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീട്ടിലിവിടെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആൾക്ക് 2 ദിവസം ഓഫ് കിട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ പോരെ, നമുക്കവിടെ ശിവരാത്രി ഉത്സവമൊക്കെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നാ. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുവാണ്. എനിക്ക് ഒട്ടും സൗണ്ട് ഇല്ല കേട്ടോ. എല്ലാവരും എൻ്റെ സൗണ്ട് മൈൻഡ് ചെയ്യണ്ട. ഓ, എൻ്റെ സാരിയുടെ തുമ്പൊക്കെ നിലത്ത് ചൂല് പോലെ അടിച്ചുകൊണ്ടിരിക്കും. ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയിലോട്ട് പോകാൻ ഫ്രണ്ട്സാണ് ഗൈസ് അവർ. ലാസ്റ്റ് 2 ഇയേഴ്സായിട്ട് ഞാൻ വീടിൻ്റെ അടുത്തുള്ള താലത്തിൻ്റെ ഒപ്പമാണ് അമ്പലത്തിൽ പോകുന്നത്. അതിനു മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരെ അമ്പലത്തിൽ ചെല്ലും. അവിടെ വേറെയും 3 താലം ഒക്കെ ഉണ്ട്, 3 സെറ്റ് താലമുണ്ട്. അപ്പോൾ അതെല്ലാം കാണും. എല്ലാം വന്ന് കഴിഞ്ഞിട്ട് തൊഴുത് നമ്മൾ വീട്ടിലോട്ട് തിരിച്ചു പോകും. അങ്ങനെയാണ് സാധാരണ. പക്ഷേ ഞങ്ങളുടെ വീടിൻ്റെ ഏരിയയിലുള്ള താലം ഇച്ചിരി ഹൈടെക് ആക്കിയത് കൊണ്ട് തന്നെ അടിപൊളി പരിപാടികളൊക്കെയാണ്. അപ്പോൾ നമ്മൾ പോകുന്നതും അവിടെ ചെല്ലുന്നതൊക്കെ താലത്തിൻ്റെ ഒപ്പമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ അമ്പലത്തിൽ വേറെ താലമൊന്നും കാണാൻ പറ്റുന്നില്ല. കാരണം നമ്മളുടെ സൈഡിൽ നിന്നുള്ള താലം ഏറ്റവും ലാസ്റ്റാത്തുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്താ വെറൈറ്റി ഒരു കലാരൂപം ഉണ്ടായിരുന്നു. ഇതിൻ്റെ പേരെനിക്കറിയില്ല. എനിക്കൊരു തെയ്യത്തിൻ്റെ പോലെയൊക്കെ തോന്നി. പക്ഷേ ഫുള്ള് ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു തെയ്യം പോലെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് എടുത്തു പറയണം, അത്ര ഭംഗിയായിരുന്നു നേരിട്ട് കാണാനായിട്ട്. അപ്പോൾ അവരുടെ ഒരു കുറച്ച് സമയം ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ താലം ഇറങ്ങാൻ പോവാണ്. താലം പിടിക്കുന്നവരെല്ലാം വരിയായി ഏറ്റവും ആദ്യം ചെന്ന് നിൽക്കുവാണ്. പിന്നെ അതിൻ്റെ തൊട്ട് പിന്നാലെ ഈ പാട്ടും കുതിരകളിയും അതൊക്കെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ രണ്ടാമത്. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക ഡാൻസും പരിപാടികളൊക്കെ അങ്ങ് തുടങ്ങുവാണ്. അപ്പോൾ ദേവു ഉണ്ടായിരുന്നു കേട്ടോ. ദേവു താലം പിടിക്കാനാണ് ഉണ്ടായിരുന്നത്. ആളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് കേട്ടോ താലമൊക്കെ പോകുന്നത്.
അബിക്കുട്ടി ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇത്ര ആളുകളുടെ ഇടയിലൊക്കെ ഇങ്ങനെ നിന്ന് 2 സ്റ്റെപ്പൊക്കെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്, ജന്മണിക്ക് ഡാൻസ് കളിക്കത്തില്ല, ഇത്ര ആളുകളുടെ ഇടയിൽ നിന്ന് ആളൊന്നും അങ്ങനെ ചെയ്യത്തില്ല കേട്ടോ. പക്ഷെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തു, അത്രയ്ക്കങ്ങ് നടപടി ആയില്ല, എങ്കിലും ആൾക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ചെയ്യണമെന്ന്. അങ്ങനെ ഒരു ഇഷ്ടം എന്നെ കൊണ്ട് തോന്നിപ്പിക്കാൻ പറ്റിയ ആൾക്ക്, ഇൻട്രോവേർട്ടായ ആളെ ഞാൻ ഒന്ന് എക്സ്ട്രോവേർട്ട് ആക്കാൻ മാക്സിമം ശ്രമിച്ചു. പക്ഷേ എന്താ മൊത്തത്തിൽ അങ്ങോട്ട് ശരിയായില്ല, എങ്കിലും എന്താ നമ്മുടെ ഒപ്പമൊക്കെ ഇങ്ങനെ നടന്നു. ഞങ്ങളുടെ സ്ഥലത്തെ താലിവരവിൻ്റെ ത്രയംബക എന്നാണ് കേട്ടോ പേര്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഇവിടെ എറണാകുളത്ത് തൃപ്പൂണിത്തറയിലാണ്. തൃപ്പൂണിത്തറ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടല്ലോ, ഉത്സവത്തിൻ്റെയും ആ ക്ഷേത്രത്തിൻ്റെയും അങ്ങനെ എല്ലാത്തിൻ്റെയും ഭയങ്കര പേരും പ്രശസ്തിയൊക്കെ കേട്ടിരിക്കുന്ന സ്ഥലമാണ്. പക്ഷെ എനിക്കങ്ങനെ ഇവിടുത്തെ അടുത്തുള്ള അമ്പലങ്ങളിൽ ഇപ്പോൾ പൂർണ്ണത്രേശ്വരൻ്റെ അമ്പലത്തിൽ ഞാൻ പറയുന്നില്ല, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഭയങ്കര വലിയ പരിപാടിയാണ്, അത്തച്ചമയൊക്കെ അടിപൊളിയാണ്. പക്ഷെ അതല്ലാതെ ബാക്കി ഇവിടെയുള്ള ചെറിയ ചെറിയ അമ്പലങ്ങളിലൊന്നും ഞാനൊരു യൂണിറ്റി അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് അങ്ങ് ഉത്സവങ്ങൾക്കൊന്നും നമ്മുടെ ഒരു ഏരിയ കംപ്ലീറ്റ്ലി അങ്ങ് ആ ഉത്സവത്തിലേക്ക് ഇറങ്ങി ചെന്ന് ആഘോഷിക്കുന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഇവിടെ അങ്ങനെയല്ല കേട്ടോ. ഞങ്ങളുടെ ഒരു ഏരിയ കംപ്ലീറ്റ് ശിവരാത്രി ഉത്സവത്തിൻ്റെ ഇതിലാണ്. അത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് നമുക്ക്. എനിക്ക് തോന്നുന്നു കുറച്ച് നാളേ ആയിട്ടുള്ളൂ അങ്ങനെയായിട്ട്, ഒരു 3-4-5 വർഷമായിട്ട് ആവുന്നേ ഉണ്ടാവുള്ളൂ ഇങ്ങനെ ഇത്രയും എല്ലാവരും ചേർന്ന് ഒരു ഭയങ്കര അടിപൊളി പരിപാടിയാക്കി മാറ്റുന്നത്. അപ്പം അത് മെയിൻലി ചിലപ്പോൾ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെയൊക്കെ കോർഡിനേഷനും കൊണ്ടും അങ്ങനെ ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും പരിപാടി അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പയ്യതാ അമ്പലത്തിലോട്ട് നീങ്ങി അമ്പലം എത്തിയിട്ടുണ്ട്. അമ്പലം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു, നല്ല ജനത്തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെ എല്ലാ സെറ്റ് താലവും വന്നിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ ഓൾമോസ്റ്റ് നിറച്ചും ആളുകളായി, നിൽക്കാൻ തന്നെ സ്ഥലം ഉണ്ടായിരുന്നില്ല ഇപ്രാവശ്യം. ഇവിടെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ മുടിയാട്ടം നടന്നുകൊണ്ടിരിക്കുവാണ്. അതൊരു ചടങ്ങാണ് കേട്ടോ. താലം കൊണ്ട് ഇവിടെ വെച്ചതിന് ശേഷം മുടിയാട്ടമുണ്ട്, പാട്ടും മുടിയാട്ടമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കുറച്ച് സമയം കണ്ടു. ഞാൻ ആകെ ക്ഷീണിച്ചു തുടങ്ങിയിട്ട് അപ്പോഴേക്കും. പിന്നെ അബിക്കുട്ടി ഭയങ്കരമായിട്ട് ടയേർഡായി, ഒത്തിരി ലേറ്റായി, വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ ആളെയും കൊണ്ട് വീട്ടിലോട്ട് പോകുന്നു. അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ ഏകദേശം ഫിനിഷായി. അബിക്കുട്ടിക്ക് ഭയങ്കര തലവേദന,
വിശന്നിട്ടൊന്നും ഒട്ടും പറ്റണില്ല പ്രശ്നട്ടല്ല, എനിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു, ഞാൻ കിടന്നിട്ടില്ല. ഞാനൊന്നും ഓക്കെ അബിക്കുട്ടിക്ക് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു ഒന്ന്. അല്ല, എനിക്ക് ഇന്നലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് തൃശ്ശൂർക്ക് വന്നേക്കായിരുന്നു. അതുകൊണ്ട് എനിക്ക് കിടക്കാനേ പറ്റിയിട്ടില്ല. നേരെ വന്നത് അമ്പലത്തിലോട്ടാണ്. അപ്പം ഭയങ്കര ക്ഷീണം. അപ്പം ഞാനും അബിക്കുട്ടി നേരത്തെ പോകുന്നു. നേരത്തെ എന്ന് വെച്ചാൽ പരിപാടിയൊക്കെ ഓൾമോസ്റ്റ് 11 മണിയായി. 11 മണിയായി. നേരത്തെ സമയം 11 മണിയായി. അപ്പോൾ പിന്നെ എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അപ്പം ഞാൻ നന്നായി ദാഹിക്കുന്നുണ്ട്. വിശക്കുന്നില്ല, വിശപ്പൊക്കെ കിട്ടും. ചക്കരയും കുഞ്ഞിലക്ഷ്മിയും ഇപ്പം അവിടെ എന്തോ ഒരു പരിപാടിയും കൂടി നടക്കുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് വരും വീട്ടിലോട്ട്. ഇനി നമ്മൾ നേരെ വീട്ടിൽ പോയി ചോറുണ്ട് കിടന്നുറങ്ങും കേട്ടോ. അത്രേ ഉള്ളൂ. മീൻ വറുത്തത് ടേസ്റ്റ് ചെയ്യൂ ഞങ്ങളുടെ. സൂപ്പറല്ലേ? നല്ല ടേസ്റ്റ് ഇല്ലേ? നമ്മുടെ അവിടെ ഉണ്ടാക്കണേനേലും ഭയങ്കര വ്യത്യാസമല്ലേ? എന്താണെന്നറിയോ? പോകുമ്പോൾ അമ്മ വറുത്തത് എന്താണ്? അല്ല, ഒന്ന് നമ്മുടെ മുളക് പൊടിയുടെ മീൻകറി നോക്കുക അല്ലേ? വേറെ ചേർത്തേക്കണല്ല, ഞങ്ങളുടെ ഇവിടുത്തെ മീൻകറി മീൻ വറുത്തൊക്കെ ഇങ്ങനെയാ. ശരിക്കും അമ്മാമ്മയൊക്കെ വന്നെങ്കിൽ അവിടെ പെട്ടുപോയേനെ. ഞാനെന്താ അത്ര തിരക്കാം. ഇന്നലെ പിന്നെ ഡാൻസ് അല്ലേ? Good night, my dears. വേണ്ട. Yes. Good night, guys. Good night, guys. Good night, sweet dreams. അപ്പം ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. സോ ടുഡേ നമ്മളൊരു നൈറ്റി വാല ഗേൾസ് ആണ്. ഒരു നൈറ്റി കൂടെ അപ്പുറത്ത് പോയേക്ക്. അടുത്ത നൈറ്റീനെ കാണിച്ചു തരാം. അടുത്ത നൈറ്റി വാല ഗേൾ. ഗുഡ് നൈറ്റ്.